സൂപ്പർ സിന്തയ്ക്ക് നല്ലൊരു രസമായിട്ടുള്ളൊരു സിനിമയാണ്. കോമഡിക്ക് വേണ്ടിയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും ജീവിതഗന്ധിയായിട്ടുള്ളൊരു സിനിമയായതുകൊണ്ട്, റിയലിസ്റ്റിക് ആയതുകൊണ്ട്, തമാശകൾ കടന്നു വരുന്നതുകൊണ്ട് ആൾക്കാർ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. കാരണം പൊട്ടിച്ചിരിക്കാൻ വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല. പക്ഷേ പൊട്ടിച്ചിരിച്ച് പോകുന്നുണ്ട് പ്രേക്ഷകർ സിനിമ കണ്ടിട്ട്. കാരണം നല്ലൊരു സിനിമ അനുഭവം തന്നെയാണ്. കാരണം ധ്യാൻചേട്ടൻ്റെ സിനിമ കരിയറിൽ തന്നെ ഒരു നായകെല്ലാം പോകുന്ന സിനിമയായിരിക്കും സൂപ്പർ സിന്തൈ. കാരണം ഇതിൽ ഓരോ ആർട്ടിസ്റ്റ് വാല്യുള്ള സിനിമയാണ്. കാരണം ഇതിൽ ആ ആർട്ടിസ്റ്റുകളില്ലെങ്കിൽ സിനിമ വർക്കൗട്ട് ആകില്ല. കാരണം മുകേഷിനെ പോലത്തെ ഒരു ടാലൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വന്നുകൊണ്ടാണ് സിനിമ ഇത്രയ്ക്ക് ഹൈപ്പ് കിട്ടിയത്. പിന്നെ നമ്മുടെ സുരേഷ് കൃഷ്ണൻ സാറായിക്കോട്ടെ, ജോണി ആൻഡി സാറായിക്കോട്ടെ, നിരന്തരം ഓരോ സിനിമകളിലും കോംബോ ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ സിനിമയ്ക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പോൾ ധ്യാൻചേട്ടൻ്റെ ഒരു കരിയർ ബ്രേക്ക് ആകുമ്പോൾ സിനിമയായിരിക്കും. കാരണം വെറൈറ്റി മീഡിയയിലൊക്കെ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ സിനിമയും നല്ല രീതിയിൽ പോട്ടെ. പടം കൊള്ളായിരുന്നു. സാധാരണ ധ്യാൻ ശ്രീനിവാസൻ്റെ എല്ലാത്തരം പടങ്ങളിലും നമ്മൾ കാണുന്ന മറ്റേ ഫീൽ ഗുഡ് മൂവി അല്ല ഇത് ത്രില്ലർ ഉണ്ടായിരുന്നു, കോമഡി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എടുത്തു പറയുന്നത് കൊല്ലം MLA മുകേഷിൻ്റെ പെർഫോമൻസ്. മുകേഷ് അതിഗംഭീരമായിട്ടും തുടക്കം മുതൽ ഒടുക്കം വരെ പ്രേക്ഷകരെ ചിരിക്കാൻ കൊണ്ടുപോയി. അതേപോലെ തന്നെ ഇതിൻ്റെ ഒടുക്കം ഈ കഥ കോമഡിയായിട്ട് വന്ന അവസാനം ത്രില്ലറിലേക്ക് അവസാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഒരു ഒറ്റ ലാഗ് പോലും തുടക്കം മുതൽ ഒടുക്കം വരെ ഇല്ലായിരുന്നു. പ്രേക്ഷകർക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും. എല്ലാ പ്രേക്ഷകരും ഈ സിനിമ ഇരുകൈയും നീട്ടി സ്വീകരിക്കും എന്നത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ സിന്തഗി? മറ്റൊരു വെള്ളിയാഴ്ച മറ്റൊരു ധ്യാൻ മൂവി. ഒരു ഒറ്റയ്ക്ക് പറയുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവി എന്ന് പറയാം. നമ്മുടെ ധ്യാൻ്റെയും മുകേഷിൻ്റെയും കോമ്പിനേഷൻസ് നല്ല രസമുണ്ടായിരുന്നു. കോമഡീസ് ചില കഥയൊക്കെട്ടായിട്ടുണ്ട്. പിന്നെ ജോണി ആൻഡ്രിയോട് വരുമ്പോൾ ഒരു വൈബുണ്ട്. സെക്കൻഡ് ഹാഫിലാണ് അവിടെ സുരേഷ് കൃഷ്ണ വരുന്നത്. പുള്ളി പൊളിയാട്ടോ. പുള്ളി ക്യാരക്ടർ ഒരു മണ്ടനായ ഒരു ഡോൺ ക്യാരക്ടറാണ്. പുള്ളി നല്ല രസമായി ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി കുഴപ്പമില്ല, നല്ല രസം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്വർണ്ണ തട്ടിപ്പ്, ഈ പറഞ്ഞ പോലെ നിധി തരാം, അല്ലെങ്കിൽ ഡയമണ്ട് വിറ്റ്, അങ്ങനത്തെ കുറേ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കർണാടകയിലൊക്കെ കൂടുതൽ നടക്കുന്നുണ്ട്. അങ്ങനെ ബേസ് ചെയ്ത് നടന്ന ഇവൻസിനെ ബേസ് ചെയ്തിട്ടൊരു ട്രൂ സ്റ്റോറി പോലെ അതൊരു സിനിമാറ്റിക് വേർഷൻ പോലെ എടുത്തിരിക്കുകയാണ്. സോ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്കൊരു ഫ്രീ ടൈം മൂവി എന്നൊക്കെ പറയില്ലേ, ജസ്റ്റ് ഒരു പോപ്കോൺ മൂവി എന്ന് പറഞ്ഞ പോലെ കണ്ടിരിക്കാൻ പറ്റിയൊരു ധ്യാൻ്റെ കുറച്ച് കോമഡീസും ആ ഒരു ഇതൊക്കെ ഉള്ള ക്ലൈമാക്സ് അത്യാവശ്യം ആക്ഷനൊക്കെ ഉള്ള ജസ്റ്റ് ഒരു ക്യൂട്ട് മൂവി ധ്യാൻ്റെ മറ്റൊരു വെള്ളിയാഴ്ച പടം.